പുതിയ ചീഫ് സെക്രട്ടറി അത്ര ചീപ്പല്ല. കേരള സംസ്ഥാനത്തിന്റെ 51ാം ചീഫ് സെക്രട്ടറിയായി ബീഹാർ സ്വദേശിയും 1992 ബാച്ച് IAS ഉദ്യോഗസ്ഥനും നിലവിൽ ആഭ്യന്തര വകുപ്പിൽ അഡീഷണൽ ചീഫ് സെക്രട്ടറിയുമായ വിശ്വനാഥ് സിൻഹ IASനെ നിയമിക്കുവാൻ പോകുന്നു എന്ന മന്ത്രിസഭാ തീരുമാനം UDF നേതാക്കൾ നിറഞ്ഞ കയ്യടിയോടെയാണ് സ്വീകരിച്ചത്. അതിലേറ്റവും അറിഞ്ഞു കൈയടിച്ചത് നമ്മുടെ ജ്യോതികുമാർ ചാമക്കാല MLAയും കോൺഗ്രസ് അനുകൂല NGO യൂണിയൻ നേതാക്കന്മാരും ഒക്കെയായിരുന്നു. അതിന്റെ കാരണം പിന്നാലെ പറയാം. സാധാരണഗതിയിൽ നമ്മൾ കണ്ടിരുന്നത് മുൻ സർക്കാർ കൈക്കൊണ്ട നിലപാടുകളോട് മാത്രമല്ല, അവരോടൊപ്പം ഉണ്ടായിരുന്ന സകല ഉദ്യോഗസ്ഥ വൃന്ദത്തെ വരെ പുതുതായി വരുന്ന സർക്കാരിന് വെറുപ്പുണ്ടാവും. വളരെ വൈരാഗ്യബുദ്ധിയോടുകൂടി മാത്രമായിരിക്കും അവരോട് പെരുമാറുന്നത്. ഭരണത്തിൽ വന്നാൽ ആദ്യം ഇവർ ചെയ്യുന്നത് ഇവരെ തെറിപ്പിക്കുക എന്നതായിരിക്കും. എന്നാൽ കേരളത്തിൽ ഒരു പുതിയ പൂക്കി സർക്കാർ വന്നതോടെ അതിനുശേഷം നോക്കുക, സർക്കാർ മാറിയെന്ന് പോലും ആർക്കും തോന്നാത്ത വിധത്തിലുള്ള പ്രവർത്തനങ്ങളാണ് നമ്മുടെ പൂക്കി മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടക്കുന്നത്. ചില സന്ദർഭങ്ങളിൽ പ്രതിപക്ഷ നേതാവ് വിജയനെ മുഖ്യമന്ത്രി എന്ന് പോലും വിളിക്കുവാനുള്ള സതീശന്റെ ആ മാന്യത, ആ പൂക്കിസം നാം കാണാതെ പോകരുത്. പിണറായിക്ക് പോലും അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനത്തു നിന്നും മാറി എന്ന തോന്നലുണ്ടാകാതിരിക്കുവാൻ സതീശൻ കാണിക്കുന്ന ആ വ്യഗ്രത, ആ ആത്മാർത്ഥത വളരെ ശ്ലാഘനീയമാണ്. പിണറായിസവും പൂക്കിസവും തമ്മിലുള്ള ഈ വ്യത്യാസം വരും ദിവസങ്ങളിൽ അന്തിച്ചർച്ചാ പാണന്മാർ പാടാതിരിക്കില്ല. പാടിയില്ലെങ്കിൽ ഞങ്ങൾ പാടിക്കും. മുൻ ചീഫ് സെക്രട്ടറിയുടെ കാര്യം തന്നെ എടുക്കുക. A. ജയതിലക് നാളെ ജൂൺ 30 അദ്ദേഹം കാലാവധി പൂർത്തിയാക്കി ചീഫ് സെക്രട്ടറി പദത്തിൽ നിന്നും അന്തസ്സായി വിരമിച്ച് പോവുകയാണ്. ഇത്രയേറെ ആരോപണങ്ങൾ കേട്ട ഒരു ചീഫ് സെക്രട്ടറി സമീപകാലത്തൊന്നും കേരള കേഡറിൽ ഉണ്ടായിട്ടില്ല. പിണറായി വിജയന്റെ അടിമയോ ആശ്രിതനോ ആയി നിന്ന് സകല തീവട്ടിക്കൊള്ളകൾക്കും കുടപിടിച്ചു കൊടുത്ത ആ തീവട്ടിയെ UDF അധികാരത്തിൽ വന്നാൽ ആദ്യമെടുത്ത് പുറത്തു കളയുമെന്ന് ജനങ്ങൾ ആശിച്ചുവെങ്കിലും മാന്യനായ സതീശൻ, നമ്മുടെ പൂക്കി മുഖ്യൻ, അതിന് മുതിർന്നില്ല എന്ന് മാത്രമല്ല, അദ്ദേഹത്തെ ആ പദവിയിൽ തുടർന്ന് മാന്യമായി കാലാവധി പൂർത്തിയാക്കി റിട്ടയർ ചെയ്തു പോകുവാനുള്ള എല്ലാ അവസരങ്ങളും പൂക്കി മുഖ്യൻ ഉണ്ടാക്കി കൊടുത്തു. അവിടെ കൊണ്ടൊന്നും തീരുന്നില്ല പൂക്കി CMന്റെ ആത്മാർത്ഥത. നിലവിൽ പിണറായിയുടെ ഏറ്റവും വിശ്വസ്തനായ വലങ്കയ്യായ ആഭ്യന്തര വകുപ്പിൽ അഡീഷണൽ ചീഫ് സെക്രട്ടറിയായി സേവനമനുഷ്ഠിച്ചിരുന്ന വിശ്വനാഥ് സിൻഹ IASനെ സംസ്ഥാനത്തിന്റെ ചീഫ് സെക്രട്ടറി ആക്കുകയും ചെയ്തു. നാളെ മുതൽ ജൂൺ 30 ജയതിലക് കൂടും കൊടുക്കുകയും എടുത്ത് വീട്ടിലേക്ക് പോകുമ്പോൾ സിൻഹാജി ആ കസേരയിലിരുന്ന് ഭരണം തുടരുകയും ചെയ്യും. ഇവിടെ ഭരണം മാറി എന്ന ഒരു ഫീൽ യാതൊരു കാരണവശാലും നാട്ടുകാർക്ക് ഉണ്ടാവില്ല എന്ന് തീർച്ച. വലിയ ഭരണ നൈപുണ്യമുണ്ടായിരുന്ന തീവട്ടി വിജയനോടൊപ്പമുള്ള വിശ്വനാഥ് സിൻഹയുടെ ആ മികച്ച സേവനം UDF സർക്കാർ ഫലപ്രദമായി ഉപയോഗിക്കുവാനാണത്രേ ഈ തീരുമാനം. 2028 സെപ്റ്റംബർ വരെ മാത്രമേ സിൻഹാജിയുടെ കാലാവധി ഉണ്ടാകൂ എന്ന ആ ഒരൊറ്റ സങ്കടം മാത്രമേ പൂക്കി മന്ത്രിസഭയ്ക്കുള്ളൂ. മരുമോന്റെയും സിൻഹയുടെയും ആശീർവാദത്തോടെയാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ സ്വർണ്ണക്കള്ളക്കടത്തും മയക്കുമരുന്ന് കള്ളക്കടത്തും ഒക്കെ നടന്നത് എന്ന ഗുരുതര ആരോപണങ്ങളെ തികച്ചും തേർഡ് റേറ്റഡ് പൊളിറ്റിക്കൽ മോട്ടിവേറ്റഡ് സ്റ്റേറ്റ്മെന്റ്സ് എന്ന രീതിയിൽ സതീശൻ തള്ളിക്കളയുമ്പോൾ അത് മാറി വരുന്ന ഒരു നിയോ പൂക്കിസം കൾച്ചറായി ആണ് മാധ്യമപ്പാണന്മാർ അതിനെ വാഴ്ത്തിപ്പാടുന്നത്. പുതിയ ചീഫ് സെക്രട്ടറി ചീപ്പാണ് എന്ന തരത്തിലുള്ള വാർത്തകൾ നമുക്കൊന്ന് അവലോകനം ചെയ്താൽ അദ്ദേഹം അത്ര ചീപ്പൊന്നുമല്ല, അദ്ദേഹം മിടുമിടുക്കനായ ഒരു IAS ഉദ്യോഗസ്ഥനാണ് എന്ന് നിലവിലെ സാഹചര്യത്തിൽ ചീഫാകാൻ ഇതിലും നല്ലൊരാള് കേരളത്തിൽ ഇല്ല എന്ന യാഥാർത്ഥ്യം നമുക്ക് മനസ്സിലാക്കുവാനും സാധിക്കും. 2019 ഡിസംബറിൽ വിശ്വനാഥ് സിൻഹ ഏറ്റവും സുപ്രധാന പദവിയായ പൊതുഭരണ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരിക്കെ സംസ്ഥാന സർവീസിലുള്ള 5 വനിതാ IAS ഉദ്യോഗസ്ഥർക്ക് അസമയങ്ങളിൽ അശ്ലീല സന്ദേശങ്ങൾ അയച്ചു എന്ന പരാതി ഉയർന്നിരുന്നു. അദ്ദേഹം തന്റെ ഔദ്യോഗിക നമ്പറിൽ നിന്നും രാത്രി വൈകിയും മറ്റ് അസമയങ്ങളിലും വാട്സാപ്പിലൂടെ നിരന്തരമായി മോശം സന്ദേശങ്ങൾ അയക്കുന്നു എന്നതായിരുന്നു പരാതി. ശല്യം സഹിക്കവയ്യാത്ത ഒരു ജൂനിയർ വനിതാ ഉദ്യോഗസ്ഥ IAS ഉദ്യോഗസ്ഥരുടെ തന്നെ ഔദ്യോഗിക വാട്സാപ്പ് ഗ്രൂപ്പിൽ ഈ വിഷയം ഉന്നയിച്ചതോടെയാണ് സംഭവം പുറലോകം അറിയുന്നത്. തുടർന്ന് ഉദ്യോഗസ്ഥർക്ക് നേരിട്ട ദുരനുഭവം അവർ സിവിൽ സർവീസ് ട്രെയിനിങ് കേന്ദ്രമായ മസൂറി ലാൽ ബഹദൂർ ശാസ്ത്രി നാഷണൽ അക്കാദമിയെ വിവരം അറിയിച്ചു. അക്കാദമി അധികൃതർ ഈ വിഷയം ഗൗരവമായി എടുക്കുകയും കേരള മുഖ്യമന്ത്രിയുടെ ഓഫീസിന് ഔദ്യോഗികമായി റിപ്പോർട്ട് നൽകുകയും ചെയ്തു. ഇതേ തുടർന്ന് അദ്ദേഹത്തെ അന്ന് പൊതുഭരണ വകുപ്പിൽ നിന്നും വളരെ കുറഞ്ഞ പ്രാധാന്യമുള്ള പ്രിന്റിംഗ് ആൻഡ് സ്റ്റേഷനറി വകുപ്പിലേക്ക് മാറ്റി നിയമിച്ചിരുന്നു. 2019 ഡിസംബർ 11 സംസ്ഥാന സർക്കാർ അദ്ദേഹത്തെ ഈ പദവിയിൽ നിന്ന് പെട്ടെന്ന് നീക്കം ചെയ്തത്.
ഈ സംഭവത്തിന് ശേഷം സിൻഹ ദീർഘ അവധിയിലും പ്രവേശിച്ചിരുന്നു. അന്ന് മാധ്യമങ്ങളിലെല്ലാം ഇത് വലിയ വാർത്തയായിരുന്നു. അന്ന് ഈ IAS ഉദ്യോഗസ്ഥനെതിരെ കർശന നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെട്ട് UDF വലിയ കോലാഹലങ്ങൾ ഇവിടെ നടത്തിയിരുന്നു. അതിന്റെ മുന്നിൽ നിന്ന് പടനയിച്ച ഒരാളായിരുന്നു ജ്യോതികുമാർ ചാമക്കാല, ഇന്നത്തെ ജ്യോതികുമാർ ചാമക്കാല MLA. അന്ന് ശിക്ഷാ നടപടി സ്വീകരിച്ച പിണറായി വിജയൻ തന്നെ സിൻഹയെ ആഭ്യന്തര വകുപ്പിലെ സുപ്രധാന പദവിയിലേക്ക് സിൻഹയെ ഉയർത്തി. ഇന്ന് നമ്മുടെ പൂക്കി മുഖ്യൻ അദ്ദേഹത്തെ തന്റെ ചീഫ് സെക്രട്ടറിയുമാക്കി. ആ പ്രഖ്യാപനം കേട്ട് അന്ന് പ്രതിഷേധം നടത്തിയ ജ്യോതികുമാർ ചാമക്കാല MLA കഴിഞ്ഞ ദിവസം നിയമസഭയിൽ ഇരുന്ന് അടിപൊളിയെ എന്ന് പറഞ്ഞ് കൈയടിച്ചു. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു ആരോപണം വന്നപ്പോൾ കേരളത്തിലെ സ്ത്രീകൾക്കെതിരെ ഉണ്ടാകുന്ന ആക്രമണങ്ങൾക്കെതിരെ ആരായാലും മുഖം നോക്കാതെ ശക്തമായ നടപടിയെടുക്കുമെന്ന് പറഞ്ഞ ആ നിലപാടുകളുടെ രാജകുമാരൻ സതീശനാണ് വനിതാ IASകാർക്ക് പോലും ബുദ്ധിമുട്ടുണ്ടാക്കിയ ഒരാളെ തന്റെ ചീഫ് സെക്രട്ടറി ആക്കുന്നത്. അന്ന് ഈ ഉദ്യോഗസ്ഥന്റെ ഭാഗത്തു നിന്നും ഈ ബുദ്ധിമുട്ടേറ്റ ഇന്നൊരു സുപ്രധാന വകുപ്പിന്റെ ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടറായി സേവനമനുഷ്ഠിക്കുന്ന ആ IAS ഉദ്യോഗസ്ഥ ഈ കാര്യം ധരിപ്പിക്കുവാൻ വേണ്ടി മുഖ്യന്റെ ഒരു അപ്പോയിന്റ്മെന്റിനായി ശ്രമിച്ചു. 2 മണിക്കൂറിനുള്ളിൽ തന്നെ അവരെ ആ പദവിയിൽ നിന്നും നീക്കം ചെയ്തു എന്നാണ് ഞങ്ങൾക്ക് ലഭിക്കുന്ന വിവരം. അപ്പോൾ സിൻഹാജിയുടെ ആ പവർ എന്താണെന്നൊന്ന് ഓർത്തു നോക്കുക. വനിതാ IAS ഓഫീസർമാരെ ഫോണിലൂടെ ശല്യം ചെയ്ത വിശ്വനാഥ് സിൻഹയ്ക്കെതിരെ ക്രിമിനൽ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തണമെന്നും മുഖ്യമന്ത്രിയുടെ ഓഫീസ് അദ്ദേഹത്തെ സംരക്ഷിക്കുവാൻ ശ്രമിക്കുകയാണെന്നും ആരോപിച്ച് കോൺഗ്രസ് പാർട്ടി അന്ന് വലിയ പ്രതിഷേധങ്ങളും പ്രക്ഷോഭങ്ങളും നടത്തിയിരുന്നു. ഇന്നിതാ UDF അദ്ദേഹത്തെ തങ്ങളുടെ സർക്കാരിന്റെ ചീഫ് സെക്രട്ടറിയാക്കി മാറ്റി. ഇതാണ് നിയോ പൂക്കിസം. അതുപോലെ വിശ്വനാഥ് സിൻഹയ്ക്കെതിരെ നിലനിൽക്കുന്ന മറ്റൊരു കേസാണ് സഹകരണ ബാങ്ക് അഴിമതി കേസ്. വിശ്വനാഥ് സിൻഹ കേരള കോഓപ്പറേറ്റീവ് ബാങ്ക് മാനേജിംഗ് ഡയറക്ടറായിരുന്ന സമയത്ത് സാധാരണ നടപടിക്രമത്തിൽ ഇളവ് വരുത്തി ഒരു സ്വകാര്യ സ്ഥാപനത്തിന് 350 ലക്ഷം രൂപ ലോൺ അനുവദിച്ചതുമായി ബന്ധപ്പെട്ട പരാതി ഉയർന്നിരുന്നു. എറണാകുളത്തെ ജിയോ ഫ്രാങ്ക് എന്റർപ്രൈസസ് എന്ന സ്വകാര്യ സ്ഥാപനത്തിന് 350 ലക്ഷം രൂപ ലോൺ അനുവദിച്ചതിൽ വലിയ ക്രമക്കേട് നടന്നു എന്നതായിരുന്നു പ്രധാന പരാതി. സാധാരണ വായ്പ നൽകുന്നതിനുള്ള കൃത്യമായ നടപടിക്രമങ്ങളും നിയമങ്ങളും കാറ്റിൽ പറത്തിക്കൊണ്ട് ബാങ്കിലെ മറ്റ് ഉദ്യോഗസ്ഥരുമായി ചേർന്ന് വിശ്വനാഥ് സിൻഹ ഗൂഢാലോചന നടത്തുകയും ആ കമ്പനിക്ക് വഴിവിട്ട സാമ്പത്തിക നേട്ടം ഉണ്ടാക്കി കൊടുക്കുവാൻ തന്റെ ഔദ്യോഗിക പദവി ദുരുപയോഗം ചെയ്തതായും കണ്ടെത്തിയിരുന്നു. ഇത് ബാങ്കിന് വലിയ സാമ്പത്തിക നഷ്ടം ഉണ്ടാക്കിയിരുന്നു. എന്നാൽ തനിക്കെതിരെ വന്ന അഴിമതി ആരോപണം ഇദ്ദേഹം അട്ടിമറിച്ചത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കുമ്പോഴാണ് സിൻഹ എത്ര മിടുമിടുക്കനായ ഒരു ഉദ്യോഗസ്ഥനാണ് എന്ന് നാം മനസ്സിലാക്കുന്നത്. ഇദ്ദേഹം പൂക്കി മന്ത്രിസഭയ്ക്ക് പറ്റിയ മുതലാണെന്നും നാം മനസ്സിലാക്കും. സിൻഹ ഹോം ആൻഡ് വിജിലൻസ് ഡിപ്പാർട്ട്മെന്റിന്റെ ചുമതലയുള്ള അഡീഷണൽ ചീഫ് സെക്രട്ടറി ആയിരിക്കുമ്പോഴാണ് സ്വന്തം കേസ് തന്റെ വിജിലൻസിനെ കൊണ്ട് അന്വേഷിപ്പിച്ച് കോടതിയിൽ ക്ലീൻ ചിറ്റ് സമർപ്പിച്ച് കേസ് ക്ലോസ് ചെയ്തത്. ഇന്ത്യയിൽ എവിടെയെങ്കിലും ഇതുപോലെ സംഭവിച്ചിട്ടുണ്ടാകുമോ? സ്വന്തം അഴിമതി സ്വന്തം വകുപ്പിനെ കൊണ്ട് അന്വേഷിപ്പിച്ച് കോടതിയിൽ ക്ലീൻ ചിറ്റ് സമർപ്പിക്കുക, അവസാനിപ്പിക്കുക. മൂവാറ്റുപുഴ വിജിലൻസ് പ്രത്യേക കോടതി ഈ കേസ് ഒതുക്കി തീർക്കുവാനുള്ള വിജിലൻസിന്റെ റിപ്പോർട്ട് 2 തവണയാണ് തള്ളിക്കളഞ്ഞത്. ഈ കേസിൽ കൃത്യമായ അന്വേഷണം നടന്നിട്ടില്ലെന്നും കൂടുതൽ വിവരങ്ങൾ പുറത്തു കൊണ്ടുവരുവാൻ തുടരന്വേഷണം വേണമെന്നും കോടതി ഉത്തരവിട്ടു. വിജിലൻസ് കോടതിയുടെ ഈ ഉത്തരവിനെതിരെ വിശ്വനാഥ് സിൻഹ കേരള ഹൈക്കോടതിയെ സമീപിച്ചു. തന്റെ പേരിലുള്ള കേസ് നടപടികൾ റദ്ദാക്കണമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ ആവശ്യം. എന്നാൽ 2021 ഓഗസ്റ്റിൽ ഹൈക്കോടതി വിശ്വനാഥ് സിൻഹയുടെ ഹർജി പൂർണ്ണമായി തള്ളിക്കളഞ്ഞു. കേസ് അവസാനിപ്പിക്കുവാൻ കഴിയില്ലെന്ന് വ്യക്തമാക്കിയ ഹൈക്കോടതി 3 മാസത്തിനകം ഈ അഴിമതി കേസിൽ കൃത്യമായ തുടരന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കുവാൻ വീണ്ടും വിജിലൻസിന് കർശന നിർദ്ദേശം നൽകി. സ്വന്തം വകുപ്പ് സമർപ്പിച്ച റിപ്പോർട്ടിൽ പോലും വകുപ്പ് തല ശിക്ഷാ നടപടി വേണമെന്ന് പറയുന്നുണ്ട്. ഈ കേസ് വീണ്ടും ആരെങ്കിലും കോടതിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നാൽ ചീഫ് സെക്രട്ടറി വീണ്ടും തൂങ്ങും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഈ കേസ് കൂടാതെ 2018 ഏപ്രിലിൽ പൊതുഭരണ വകുപ്പിൽ ജോലി ചെയ്തിരുന്ന ഒരു ലാസ്റ്റ് ഗ്രേഡ് സെർവന്റ് ദേവദാസ് വിശ്വനാഥ് സിൻഹയ്ക്കെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയന് നേരിട്ടൊരു രേഖാമൂലം പരാതി നൽകിയിരുന്നു. വിശ്വനാഥ് സിൻഹ തന്നെ മാനസികമായി അതിക്രൂരമായി പീഡിപ്പിക്കുന്നു എന്നതായിരുന്നു പരാതി. ജോലി സമയത്ത് അനാവശ്യമായി ശകാരിക്കുക, ഉദ്യോഗസ്ഥരുടെയും സഹപ്രവർത്തകരുടെയും മുന്നിൽ വെച്ച് നിരന്തരമായി ഭീഷണിപ്പെടുത്തുക, അപമാനിക്കുക, ഇദ്ദേഹത്തിന്റെ എച്ചിന് കോരിക്കുക എന്നതൊക്കെയായിരുന്നു പരാതിയിൽ പറഞ്ഞ കാര്യങ്ങൾ. സെക്രട്ടേറിയറ്റിലെ ജീവനക്കാരുടെ സംഘടനകളും ഉദ്യോഗസ്ഥരും തമ്മിലുള്ള വലിയൊരു തർക്കമായി മാറി ഇതിനെ തുടർന്ന്. അന്ന് UDF അനുകൂല സംഘടനകളായിരുന്നു സിൻഹയ്ക്കെതിരെ കൊടയും കുരിശുമായി ഇറങ്ങിയത്, ലഘുലേഖകൾ വിതരണം ചെയ്തത്. ഇന്ന് ആ UDF സർക്കാർ തന്നെ സിൻഹയെ തങ്ങളുടെ ചീഫ് സെക്രട്ടറിയുമാക്കി. ഇനി പ്രേക്ഷകർ ചിന്തിക്കുക, തനിക്കെതിരെ കൊലവിളി മുഴക്കി നടന്ന UDF നേതാക്കന്മാരെ കൊണ്ട് തന്നെ വനിതാ IAS ഉദ്യോഗസ്ഥർക്കെതിരെ അശ്ലീല സന്ദേശം അയച്ച തനിക്കെതിരെ ക്രിമിനൽ കേസ് എടുക്കണം എന്ന് പറഞ്ഞവരെ കൊണ്ട് തന്നെ, പിണറായി വിജയന്റെ അടിമ എന്ന് വിളിച്ച ആളുകളെ കൊണ്ട് തന്നെ
അവരുടെ സർക്കാരിൻ്റെ ചീഫ് സെക്രട്ടറി ആക്കിച്ച ആ വിശ്വനാഥ് സിൻഹ അത്ര ചീപ്പാണോ? ആണോ? ഒരിക്കലുമല്ല, മിടുമിടുക്കനാണ്. പക്ഷേ ഈ പ്രതിഭാസം നിയോപോക്കിസം എന്നറിയപ്പെടും. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.